Good afternoon, dear children. Good afternoon, Miss. Can you hear me? Yes. Okay, thank you. Miss present. Okay, all of you mark your attendance. Good Good afternoon. നിങ്ങളെ ഞാൻ മ്യൂട്ട് ചെയ്തേക്കാം കേട്ടോ, ഭയങ്കര സൗണ്ടാണ് ഇവിടെ. ഇപ്പോൾ രാവിലത്തെ നമ്മുടെ ഒരു പീരീഡ് കഴിഞ്ഞു അല്ലേ? സെക്കൻഡ് പീരീഡാണിത് ഹിന്ദിയുടെ. അപ്പോൾ ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിലില്ലാത്തവർ എത്ര പേരുണ്ട്? ഫസ്റ്റ് പീരീഡ് ക്ലാസ്സിലില്ലാത്തവർ നോക്കട്ടെ. ശ്രുതലക്ഷ്മി ക്ലാസ്സിലുണ്ടായിരുന്നോ രാവിലെ? യെസ്, ഓക്കെ. രാവിലത്തെ ക്ലാസ് നമ്മൾക്ക് ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു അല്ലേ നിങ്ങൾക്ക്? ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സൗണ്ടിൻ്റെ. അപ്പോൾ ഞാൻ ഫോൺ കണക്ട് ചെയ്തിട്ടായിരുന്നു നമുക്ക് ക്ലാസ് ചെയ്തത്. അപ്പോൾ രാവിലത്തെ നിങ്ങൾ ചാറ്റ് അത് അറ്റൻഡൻസ് എനിക്ക് കിട്ടിയില്ല, അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ, ആരൊക്കെയായിരുന്നു പ്രസൻ്റ് എന്ന്. ഓക്കെ, എന്തായിരുന്നു നമ്മൾ രാവിലെ കളേഴ്സ് ആയിരുന്നു എടുത്തത് അല്ലേ? മിസ് ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചതെന്നും അതിൻ്റെ ആ ടെക്സ്റ്റ് ബുക്കിലെ ആ പേജ് തന്നെ അയച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ക്ലാസ് കിട്ടാത്തവർ അത് നോക്കി ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഹിന്ദി വേർഡും എഴുതുക, അതേപോലെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡും പഠിക്കുക. ഇപ്പം നമ്മൾ മാത്രയാണ് എടുക്കാൻ പോകുന്നത്. All of you take your textbook. മാത്ര എഴുതിയ ബുക്ക് എടുത്തേ, പേജ് എടുത്തേ. മിസ് ഇന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ല, അതുകൊണ്ട് ഞാൻ ഫോണിൽ നോക്കുമായിരുന്നു, അതാണ് വൈകിപ്പോകുന്നത്. ഇപ്പോൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജിൽ നിന്ന് കാണിച്ച മിസ്സിന് ആ ചിഹ്നങ്ങളുള്ളത് കാ പ്ലസ് ആക്കി മാത്ര ഈസിക്വൽ ടു കാ എന്നെഴുതിയ ആ പേജ് തന്നെ. അതിൽ ഓക്കെ, ഓൾ ഓഫ് യു എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ, ലിസൺ. ഓൾ ഓഫ് യു ലുക്ക് ദെയർ. ഫസ്റ്റ് എന്തായിരുന്നു? കാ പ്ലസ് അല്ല ആ കീ മാത്രയായിരുന്നു അല്ലേ? ആ കീ മാത്ര, ആയിൻ്റെ ചിഹ്നം ചേർത്തുള്ളത്. രണ്ടാമത് ഈ കീ മാത്ര, ഈ കീ മാത്ര, ഉ കീ മാത്ര, ഊ കീ മാത്ര, ഇർ കീ മാത്ര. അതിനുശേഷം നോട്ട് ബുക്കിൽ നിങ്ങൾ ആ മുതൽ ഇർ വരെയുള്ള ലെറ്റേഴ്സ് എഴുതിയിട്ട് അതിന് അല്ല മാത്ര ചേർത്തിട്ട് വ്യഞ്ജനാക്ഷരം എഴുതിയിട്ടില്ലേ? കാക്ക, കിക്കി, കുക്കുന്ന് എഴുതിയിട്ടില്ലേ? ഓക്കെ, അത്രയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം എ കീ മാത്ര, ഐ കീ മാത്ര, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. എ കീ മാത്ര എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? കാ പ്ലസ് എ കീ മാത്ര ഈസ് ഈക്വൽ ടു കെ. കാ എന്ന ലെറ്ററിന് എയുടെ ചിഹ്നം കൊടുക്കുമ്പോൾ കെ എന്നാണ് വായിക്കേണ്ടത്. അതുപോലെ നെക്സ്റ്റ് ഒരു വേറൊരു അക്ഷരം എടുത്തു, ചായ എടുത്തു. ചാ പ്ലസ് എ കീ മാത്ര ഈസ് ഈക്വൽ ടു എന്താണ് നേജൽ? ചാ പ്ലസ് എ കീ മാത്ര ഈസ് ഈക്വൽ ടു നേജൽ. നേജൽ, പ്ലീസ് അൺമ്യൂട്ട്. ചാ പ്ലസ് എ കീ മാത്ര ഈസ് ഈക്വൽ ടു ചാ എന്ന ലെറ്ററിന് എയുടെ ചിഹ്നം കൊടുക്കുമ്പോൾ എന്താ വായിക്കുന്നത്? അടി, ഞാൻ മനസ്സിലാക്കി അവന് വേറെ ഏതോ ലോകത്തായിരുന്നു. ചീനാണോ വായിക്കുന്നത്? ആ, ചേ.
നെക്സ്റ്റ് ടാ പ്ലസ് എ की मात्रा इज इक्वल टू अलोन ടാ പ്ലസ് എ की मात्रा इज इक्वल टू ടാ എന്ന ലെറ്ററിന് എന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ തേ എന്ന് വായിക്കണം. വെരി ഗുഡ്. അങ്ങനെ തന്നെ എല്ലാ ലെറ്റേഴ്സിനും വ്യഞ്ജനാക്ഷരങ്ങളുടെ കുറേ ലെറ്റേഴ്സ് ഉണ്ടല്ലേ, ആ ലെറ്റേഴ്സിനൊക്കെ എന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ അത് എ എന്ന ഇതിലാണ് പ്രൊനൗൺസിലാണ് വരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് എ കഴിഞ്ഞാൽ ഐക്ക് മാത്ര എങ്ങനെയാണ്? എക്ക് മാത്ര നമ്മൾ മുകളിൽ ഒരു വരയാണ് ഇടുന്നത്, ചെരിഞ്ഞിട്ട് ഒരു വര ഇടുന്നു. ഐക്ക് മാത്ര മുകളിൽ ചെരിഞ്ഞിട്ട് 2 വര ഇടണം. ഋതുദേവ് മാ प्लस आई की मात्रा इज इक्वल टू मई. वेरी गुड. दृश्या सा प्लस आई की मात्रा इज इक्वल टू സൈ. ഇപ്പൊ മനസ്സിലായില്ലേ? അങ്ങനെ ഏത് ഇനിയിപ്പോ രാ എടുത്താലും അങ്ങനെ രാ പ്ലസ് ഐക്ക് മാത്ര ഈസ് ഇക്വൽ ടു രൈ. രാ എന്ന ലെറ്ററിന് ഐന്റെ ചിഹ്നം കൊടുക്കുമ്പോൾ രൈ എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ചിഹ്നം പഠിക്കാൻ പോകുന്നത് എ ഐ കഴിഞ്ഞ നെക്സ്റ്റ് ഓ ആണല്ലേ. എ ഐ ഓ ഔ ആണ് വേണ്ടത്. അപ്പം ഓ ഔ നമ്മൾ ഒന്നിച്ച് പഠിക്കണം, എ ഐ പഠിച്ച പോലെ. അപ്പോൾ ഓ എങ്ങനെയാ നമ്മൾ ലിസൺ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഓ അല്ലേ, ദിസ് ലെറ്റർ ഓ. ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഓൾ ഓഫ് യു ലുക്ക് ഹിയർ, ലിസൺ. കാശി, നെയ്ജൽ, റഫായിട്ട് എഴുതിയെടുത്തോ. ഓന്ന് സോറി, ഇതാവൂ അല്ലേ ദിസ് ഓ. എങ്ങനെയാ ഓ എഴുതുന്നത് അറിയാല്ലേ? സ്വരാക്ഷർ സ്വർവർണ്ണ ഓ ഇങ്ങനെയാണ് ഓ. അപ്പൊ അതിനെ മാത്രയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഓക്കി മാത്ര. ഓക്കി മാത്ര കണ്ടോ എങ്ങനെയാണ്? താഴെ ഒരു വര, മുകളിൽ ഒരു വര. താഴെയും മുകളിലും നമ്മൾ വരയിട്ടെങ്കിൽ മാത്രമേ ഓ ആവുള്ളൂ. ഓക്കെ. അതിൻ്റെ താഴെ കണ്ടോ നിങ്ങൾ? ഇത് കാണുന്നുണ്ടോ? ഇതാണ് ഓക്കി മാത്ര. താഴെയും മുകളിൽ എഴുതുന്നത് ഒരു ചെരിഞ്ഞിട്ട് ഒരു വര വരയ്ക്കുക, താഴെ ഒരു വര. അത് നിങ്ങൾക്ക് ലെറ്റേഴ്സിൻ്റെ കൂടെ ചിഹ്നം എഴുതുമ്പോൾ മനസ്സിലാവും. ഇപ്പം കാണുമ്പോൾ ആ ചിഹ്നം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾ, ടെക്സ്റ്റ് ബുക്കിൽ അമ്ന ഫാത്തിമ ഓ എന്ന ആ സ്വരാക്ഷരങ്ങളുടെ കൂടെ ചിഹ്നങ്ങൾ ചേർത്തിട്ടുള്ള ആ ലൈൻ ഒന്ന് വായിച്ച് കേൾപ്പിച്ച മിസ്സിനെ. ക്ലിയർ ആവുന്നില്ല അമ്ന. ഭവിക, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ ക എന്ന ലെറ്ററിന്റെ ഓയിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്ന കണ്ടോ? എല്ലാവരും കണ്ടോ അത്? ക എന്ന ലെറ്ററിന് എവിടെയാണ് ഓക്കി മാത്രം കൊടുത്തിരിക്കുന്നത്? ഭവിക, ക എഴുതി റൈറ്റ് സൈഡിൽ ഒരു വരയുണ്ടല്ലേ, കാന്ന് എഴുതിയതിന് ശേഷമാണ് മുകളിൽ ഒരു വര കൊടുക്കുന്നത്, കോ. കോ എന്താണ് അതിന്റെ വേർഡ് കൊടുത്തിരിക്കുന്ന ഭവിക? കോയൽ. ആ, കോയൽ എന്ന് പറഞ്ഞ ആരാണറിയോ? കുക്കു, കോയൽ. അപ്പോൾ എങ്ങനെയാ കോന്ന് എഴുതുന്നത്? കുയിൽ. അതെ. കാ പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു കോ. അത് ഞാൻ എഴുതി കാണിച്ചു തരാം. മലയാളത്തിൽ നിങ്ങൾ ചിഹ്നങ്ങൾ പഠിച്ചോ? ലിസൺ. കണ്ടോ? കാ പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു കോ. നിങ്ങളിത് എഴുതിയെടുത്തോ റഫായിട്ട്? ഫസ്റ്റ് എഴുതിയില്ലേ ഓക്കി മാത്ര? ഓ എഴുതി, ഇത് എഴുതിയതല്ലേ? ഓ എഴുതി
മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും മലയാളത്തിൽ എഴുതിരുന്നത് കേട്ടോ. ഓക്കി മാത്ര. ഫസ്റ്റ് താഴെ ഒരു വര, മുകളിൽ ചെരിഞ്ഞിട്ടൊരു വര. ഇതാണ് ഓക്കി മാത്ര. അതിനുശേഷം റഫായിട്ട് എഴുതുക. ക പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു കോ. മലയാളത്തിൽ കോ എഴുതേണ്ടത് ഇങ്ങനെയാണ്. എഴുതിക്കോ നിങ്ങൾ. ഹോംവർക്ക് വരുന്നുണ്ട്. ഇപ്പം എഴുതിയെടുത്തില്ലേ പിന്നെ ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല. മഹദിയ പേജ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. പേജ് നമ്പർ എത്രയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ല. നിങ്ങൾക്ക് പേജ് നമ്പർ ഒന്നും വേണ്ട, ഇത് നോക്കി എഴുതിയെടുക്കാനാണ് പറയുന്നത്. ക പ്ലസ് പറഞ്ഞുകൊണ്ട് എഴുതുക. സേ ആൻഡ് റൈറ്റ് ക പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു കോ. പേജ് നമ്പർ 64 ആണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ച പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു എന്താണ് വായിക്കുക? ചോ അല്ലേ? അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ഇതാണ്. ഫസ്റ്റ് റോയിൽ ഇത് എഴുതുക. അതിനുശേഷം ഫസ്റ്റ് റോയിൽ ഞാൻ ആദ്യം തന്ന വർക്ക് ഇത് ഓ എഴുതുക. ഓ ഹൈപ്പൺ ഇടുക. ഓക്കി മാത്രം എഴുതുക. മലയാളത്തിൽ എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കി മാത്രം എങ്ങനെയാണ്? ഇതാണ്. താഴെ ഒരു വര, മുകളിൽ ചെരിഞ്ഞിട്ടൊരു വര. അതിനുശേഷം നെക്സ്റ്റ് താഴെയായിട്ട് ക പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു കോ. നിങ്ങൾ എഴുതുക കേട്ടോ. ഞാൻ ഹോംവർക്ക് തരാം, ടൈപ്പ് ചെയ്ത് തരാം. കഴിഞ്ഞ ദിവസം നമ്മുടെ അഫ്രീൻ പർവീനായിരുന്നു. ക്ലാസ് കഴിഞ്ഞ പാടെ അവൾ ആ ഹോംവർക്ക് ചെയ്തു. ഫസ്റ്റ് മഹദിയ ലിസൺ. ക്ലാസ് കഴിഞ്ഞ പാടെ അവൾ ആ ഹോംവർക്ക് ചെയ്ത് സെൻഡ് ചെയ്തു. അതാണ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്തത്, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. മഹദിയയ്ക്ക് മനസ്സിലായോ? ഇത് ഫസ്റ്റ് ഓ എഴുതുക. ഇത് എഴുതണമെന്നില്ല, മലയാളം എഴുതണമെന്നില്ല. ഓ എഴുതുക, ഹൈപ്പൺ ഇടുക, ഓക്കി മാത്രം കൊടുക്കുക. ഇതാണ് ഓയിൻ്റെ ചിഹ്നം ഹിന്ദിയിൽ കേട്ടോ. ഇങ്ങനെ എഴുതുക. ഞാനത് ഓ മലയാളത്തിൽ എഴുതിയത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. നോട്ട് ബുക്കിൽ എഴുതണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഇതേപോലെ ഇവിടെ ഈ കായുടെ സ്ഥാനത്ത് ച എഴുതുക. ച പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു ചോ. പിന്നെ എഴുതാം. ട എടുത്താൽ ട. ട പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു ടോ. ത എടുത്താൽ ത പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു തോ. നമ്മൾ ത എഴുതുന്നു, ഓയിൻ്റെ ചിഹ്നം കൊടുക്കുന്നു. ഓയിൻ്റെ ചിഹ്നം എങ്ങനെയാണ്? ഇതാണ് ഓയിൻ്റെ ചിഹ്നം. താഴെ ഒരു വര, മുകളിലൊരു വര. ഓക്കെ. അപ്പോൾ ഓക്കി മാത്രയായി. ഇനി ഔക്കി മാത്ര. അത് ഈസിയാണ്. ഓയിൻ്റെ കൂടെ ഒരു വരയും കൂടെ കൊടുത്താൽ മതി എക്സ്ട്രാ. നോക്കിയോ, ലിസൺ. ഔ ഉണ്ടോ? മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഔ. ഔക്കി മാത്രം എങ്ങനെയാന്ന് നോക്കിയോ? താഴെ ഒരു വര, മുകളിൽ 2 വര. എഴുതിയെടുത്തോ. ഇത് ഒരു പേജിൽ തന്നെ എഴുതണ്ട, 2 പേജിലായിട്ട് നോട്ട് ബുക്കിൽ എഴുതേണ്ടത് കേട്ടോ. ഔക്കി മാത്ര. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് ഔക്കി മാത്രയും എഴുതാം. എങ്ങനെയാണ് വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഔക്കി മാത്ര കൊടുത്തെഴുതുന്നത്? ക പ്ലസ് ഔക്കി മാത്ര ഈസ് ഈക്വൽ ടു കൗ അല്ലേ? ലിസൺ. നോക്കിയേ. ക പ്ലസ് ഔക്കി മാത്ര ഈസ് ഈക്വൽ ടു കൗ. മലയാളത്തിൽ ഇങ്ങനെയാണ് കൗ എഴുതുക. കണ്ടോ? ഇത് എഴുതിയെടുത്തോ.
ഔക്കി മാത്രം എഴുതി അതിൻ്റെ താഴെ ഒരു എക്സാമ്പിള്. ക പ്ലസ് ഔക്കി മാത്ര ഈസ് ഈക്വൽ ടു കൗ. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ പാടെ ഹോംവർക്കായിട്ട് ഞാൻ തരുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ഹോംവർക്ക് തരുന്നുണ്ട്. എങ്ങനെയാണ്? ഓക്കി മാത്ര ഇപ്പം എഴുതിയില്ലേ? നോട്ട് ബുക്കിലേക്ക് തന്നെ എടുത്തെഴുതിക്കോ. റഫായിട്ട് എഴുതി നോട്ട് ബുക്കിലേക്ക് എടുത്തെഴുതുക. ഓക്കി മാത്രയുടെ ചിഹ്നം ഇട്ടു. അതിനുശേഷം ക പ്ലസ് ഓക്കി മാത്ര ഈസ് ഈക്വൽ ടു കോ. അതേപോലെ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തില്ലേ? ക കഴിഞ്ഞ അടുത്ത ലെറ്റർ ച എടുക്കാം. ഏത് ലെറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ച, ട, ത, പ എടുക്കാം, മാ എടുക്കാം, രാ എടുക്കാം, ലാ എടുക്കാം. ഏത് ലെറ്റർ എടുത്തിട്ടും അതിൻ്റെ ചിഹ്നം ചേർത്ത് എഴുതുക. ഒരു ഹാഫ് പേജെങ്കിലും എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്യുക. നോക്കട്ടെ ആരാ നല്ല വൃത്തിയായിട്ട് എഴുതിയിരിക്കുന്നത് നോക്കാലോ. എന്നിട്ട് സ്റ്റാർ തരാം. നെക്സ്റ്റ് പേജിലായിട്ട് ഇപ്പം ഔക്കി മാത്രയാണ് എഴുതുന്നത് അല്ലേ? അടുത്ത പേജിലായിട്ട് വേണം ഔക്കി മാത്രം എഴുതേണ്ടത്. അതേപോലെ തന്നെ ക പ്ലസ് ആദ്യം ഔ എഴുതുക, ഔക്കി മാത്ര കൊടുക്കുക. രണ്ടാമത്തെ ലൈനിലായിട്ട് ക പ്ലസ് ഔക്കി മാത്ര ഈസ് ഈക്വൽ ടു കൗ. ച പ്ലസ് ഔക്കി മാത്ര ഈസ് ഈക്വൽ ടു ചൗ. ട പ്ലസ് ഔക്കി മാത്ര ഈസ് ഈക്വൽ ടു ടൗ. അങ്ങനെ എഴുതാം. അലോൻ ജോസഫ് കുഞ്ഞാവേ ചേട്ടായി എഴുതട്ടെ. അവളെ മാറ്റിയിട്ട് അവൾ പോകുന്നില്ല. പേടിച്ചു പോയാ? അവിടെ നിന്ന് കേട്ടോ. ഔക്കി മാത്രം എങ്ങനെ എഴുതുന്നത് മനസ്സിലായോ? താഴെ ഒരു വര, മുകളിൽ 2 വര. ഓക്കി മാത്രം മുകളിൽ ഒരു വര, താഴെ ഒരു വര. ഇപ്പോൾ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുള്ള ലെറ്റേഴ്സാണ് കൺഫ്യൂഷൻ. കെയും കോയും, അതായത് ഏക്കി മാത്ര ഓക്കി മാത്ര, അതാണ് എപ്പോഴും കൺഫ്യൂഷനായിട്ട് വരുന്നത്. ഇപ്പം പഠിച്ചാൽ നിങ്ങൾക്കത് ഇനി കൺഫ്യൂഷനില്ല. ഞാൻ അത്രയും എളുപ്പമുള്ള രീതിക്കാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ ആയില്ലേ? ഇപ്പോൾ ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് ചെയ്യേണ്ടത് അറിയില്ലെങ്കിൽ അത് പറഞ്ഞുതരാം പിന്നീട്. നിങ്ങൾ എന്നാലും ശ്രമിക്കുക. ഓക്കെ. All of you take your textbook. Close your notebook. ഞാൻ ഫോണിൽ നോക്കുമായിരുന്നു. ഫോണിൽ എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കുമായിരുന്നു ഞാൻ. Take page number 67. അത് നമ്മൾ പഠിച്ചോ? പ്യാരെ രംഗ് എന്നുള്ളത് പഠിച്ചോ? ഇത് വായിച്ചിരുന്നോ? കളേഴ്സ് പഠിച്ചതേ ഉള്ളൂ അല്ല? അത് അഫ്രീൻ പ്ലീസ് അൺമ്യൂട്ട്. രംഗോം കെ നാമല്ലേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് എടുത്തത്? പേജ് നമ്പർ 68 അല്ലേ? യെസ്. അപ്പൊ അതിന്റെ നെക്സ്റ്റ് പേജ് നോക്കിയേ. മീട്ടേ ഫൽ ആണല്ലേ? ഓക്കെ.
പിന്നെ ക്ലാസ് 2-ൻ്റെ UKG ഫസ്റ്റ് ഇതിൻ്റെ ഒന്നും ടെക്സ്റ്റ് ബുക്ക് എടുക്കാതെയാണ് വന്നത്. ഇപ്പം ഏതാണ് സെൻഡ് ചെയ്തത്? ഞാൻ ഫോട്ടോ അയച്ചന്നിനെ ടെക്സ്റ്റിന് ഫോട്ടോ. അതെയോ? ആ ഓക്കെ. ലിസൺ, മീറ്റ് എ ഫൽ, അതല്ലേ നമ്മൾ ഇനി എടുക്കേണ്ടതൊന്ന് നോക്കിയേ നിങ്ങളെല്ലാവരും. മീറ്റ് എ ഫൽ. ഓക്കെ, നോക്കിയേ അവിടെ പിക്ചർ നോക്കിയേ, എന്തൊക്കെയാ കാണുന്നതെന്ന് നോക്കിയേ. നിങ്ങൾക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് നോക്കിയേ. മീഠ എന്ന് പറഞ്ഞാൽ എന്താ? മീഠ എന്ന് പറഞ്ഞാൽ സ്വീറ്റ്, നല്ല മധുരമുള്ള. ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാസെ ഫൽ എന്ന് പഠിച്ചു തുറക്കുന്നുണ്ടോ? ഫാസെ ഫൽ, ഫാസെ ഫർസ, ഫാസെ ഫൂൽ. UKG ഇങ്ങനെ കാണാപ്പാഠം പഠിച്ചതാണ് അല്ലേ. ഇപ്പോൾ ഫൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രൂട്ടാണ്, ഫ്രൂട്ട്സിനാണ്, പഴങ്ങളൊക്കെ അതിനാണ് ഫൽ എന്ന് പറയുക. ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ. മീട്ടെ ഫൽ എന്ന് പറഞ്ഞാൽ സ്വീറ്റ് ഫ്രൂട്ട്സ്, നല്ല മധുരമുള്ള പഴങ്ങൾ എന്ന് അല്ലേ. ഇവിടെ നോക്കിയേ എന്തൊക്കെയുണ്ട് നോക്കിയേ. അന്നാജോ, അന്നാ ഗ്രേസ്, ഇവിടെ എന്തൊക്കെ പഴങ്ങൾ കാണുന്നുണ്ട്, എന്തൊക്കെ ഫ്രൂട്ട്സ് കാണുന്നുണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ ഇന്നിപ്പോൾ ഇതിൽ ഫല്ലിൻ്റെ കുറേ ഞാൻ പേര് പഠിക്കുവാണ് ഫ്രൂട്ട്സിൻ്റെ. ഏതൊക്കെ ഫ്രൂട്ട്സ് അവിടെ കാണുന്നുണ്ട് എല്ലാവരും നോക്ക്. ആപ്പിൾ, ബനാന, മാംഗോ. മാംഗോ ഒക്കെ ഉണ്ടോ? വലിയ ഇത് ക്രൗണൊക്കെ വെച്ചിട്ട് പഴങ്ങൾ. എന്താണ്? കിങ് ഓഫ് ഫ്രൂട്ട്സ് അല്ലേ, പഴങ്ങളുടെ രാജാവല്ലേ, അതാണ്. ഗ്രേപ്സ്. ഓക്കെ, നെക്സ്റ്റ് സിദ്ധാർത്ഥ്, മോൻ ഏതൊക്കെ പഴങ്ങൾ കാണുന്നുണ്ടെന്ന് നോക്കി അവിടെ. വേഗം പറ. മിണ്ടുന്നില്ലേ? ഞാൻ ഇഷാനെ വിളിക്കും ഇപ്പൊ. ഇഷാൻ, ഏതൊക്കെ ഫ്രൂട്ട്സ് കാണുന്നുണ്ട്? സ്പീഡിൽ പറ. മാംഗോ, ഗ്രേപ്പ്, റംബുട്ടാൻ, പപ്പായ, പൈനാപ്പിൾ ഉണ്ട്, പപ്പായ ഉണ്ട്. പൈനാപ്പിൾ ഉണ്ടോ? ഇല്ല അല്ലേ. പിന്നെന്താണ്? പപ്പായ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ. കുറേ ഫ്രൂട്ട്സ് കാണുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ നമ്മൾ ഫ്രൂട്ട്സിന് എന്താ പറയുക? ഫൽ എന്നാണ് പറയുക. ഓക്കെ, ലിസൺ. आवो मिलकर सब फल खाए, बीमारी को दूर भगाए, फल होते रस से भरपूर, करते बीमारी को दूर, आम रसीला मीठी लीची, काले हरे मीठे अंगूर, केला और पपीता पीला, हम सब खाए इन्हें जरूर, सेब, जामुन, चीकू, संतरा, इनमें रस और स्वाद भरा, वो सब एक सेब उठाए, डॉक्टर जी के पास ना जाए. എന്താണ് ഫ്രൂട്ട്സിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക്? കുറേ ഫ്രൂട്ട്സ് ഫല്ലിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പറഞ്ഞേ ഗാത്രി. ഫ്രൂട്ട്സ് നമ്മൾക്ക് എന്തിനാണ്? നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലേ ഫ്രൂട്ട്സ്. യെസ്, പല അസുഖങ്ങളും നമ്മൾക്ക് മാറ്റാൻ കഴിയുന്നുണ്ട്. അതൊക്കെയാണ് വാട്ടറും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് മൂലം നമുക്ക് നല്ല ആരോഗ്യം കിട്ടുന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ചിക്കനും മീനും അല്ലാതെ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. എന്റെ അമ്മ പറയും എപ്പം രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പഴം തിന്നണം. അതാണ്, ഒരു പഴം കഴിക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് നല്ല ദഹനമൊക്കെ കിട്ടണമെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. എന്താ അടോണെ നീ കളിക്കുന്ന ഇവിടുന്ന്? ലാപ്പിന്റെ മുമ്പിൽ, എന്റെ മുമ്പിലിരിക്കുന്ന അടോൺ.
അവിടുന്ന് വികൃതി കാണിക്കുവാണ്. അപ്പോൾ ഫ്രൂട്ട്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് പഴങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മൾ നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആവുന്നാ പറയുന്നത്. ഒരു ദിവസം ഒരു പഴം കഴിക്കണം. പഴം എന്ന് പറഞ്ഞാൽ എന്താണ്? പല ഇതുണ്ടല്ലേ, ഫ്രൂട്ട്സ് പലതരത്തിലുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയേ, ആപ്പിൾ ഇവിടെ ഉണ്ട്, ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന നോക്കിയോ. ആം, लीची, अंगूर, केला, पपीता, सेब, जामुन, चीकू, संतര. ഫല്ലിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആം, ആം എന്ന് പറഞ്ഞ എന്താണ്? മാംഗോ. ലീച്ചി, ലീച്ചി അറിയോ? എന്താ അതിന് പറയാ? ലീച്ചിക്ക് എന്ത് പഴുന്നാ പറയാ? ലീച്ചി. ഇപ്പൊ കടയിലൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അറിയോ ആർക്കെങ്കിലും? ലീച്ചി തന്നെയാണോ പറയുന്നത് നമ്മളതിന്? കിവിയോ? എന്താണ്? കിവി അല്ലല്ലോ. ആർക്കെങ്കിലും അറിയോ ലീച്ചി എന്താന്ന്? ആരും കൈ ഉയർത്തുന്നുണ്ടോ? അവിടെ ഉണ്ട്. വേറെ പേരുണ്ടോന്ന് ചോദിച്ചാ. അഫ്രീൻ, ലിച്ചി. അത് തന്നെയാ, കുഞ്ഞു ബോൾ പോലത്തെ സാധനമാണ്. ലിച്ചി തന്നെയാ പറയാൻ തോന്നുന്നു. നെക്സ്റ്റ്, എവിടെയാ എത്തിയതല്ല? ആം, ലീച്ചി, അങ്കൂർ. അങ്കൂർ എന്താണ്? ഗ്രേപ്സ് അറിയാം അല്ലേ? കാലേ ഹരേ മീട്ടേ അങ്കൂർ, കറുത്തതും പച്ചയുമായ നല്ല മധുരമുള്ള അങ്കൂർന്ന് ഗ്രേപ്സ്. കേല ഔർ പപീത്ത. കേല എന്ന് പറഞ്ഞാൽ ബനാനയാണ്. പപീത്ത പപ്പായ. പപ്പായ ഇല്ലേ? പപ്പായ നമ്മുടെ വീടുകളിലൊക്കെ ഇല്ലേ? അതൊക്കെ ഇങ്ങനെ പഴുത്ത് ചീഞ്ഞു പോകാറാണ് പതിവ്. പക്ഷെ അത് നല്ലൊരു ഫ്രൂട്ടാണ്. നമുക്ക് നല്ല കളറൊക്കെ കിട്ടാനും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് പപ്പായ. അത് പഴുപ്പിച്ചിട്ട് കഴിക്കണം. ഇതിപ്പോൾ നമ്മുടെ കാക്കയും കോഴിയും എല്ലാം കൊത്തി തിന്ന് അതിങ്ങനെ വെറുതെ കളയുവാണ് നമ്മൾ. ഇപ്പൊ ഇവിടെ എന്താണ്? സേബ്. സേബ് എന്ന് പറഞ്ഞ ആപ്പിളാണ്. ജാമുൻ. ജാമുൻ എന്ന് പറഞ്ഞ അറിയോ? ജാമുൻ ബ്ലാക്ക്ബെറി ഇല്ലേ? അതാണത്. നെക്സ്റ്റ്, ചീക്കു. ചീക്കു എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിക്കു. ചിക്കു ഷെയ്ക്കാക്കുന്ന സാധനം എന്താണ്? സപ്പോട്ട, അതല്ലേ ചീക്കു. സന്തര. സന്തര എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. നെയ്ജൽ എന്താണ് പറയുന്നത്? എന്റെ വീട്ടിൽ കപ്പളങ്ങ ഉണ്ട്. കപ്പളങ്ങ ഉണ്ടല്ലേ? കപ്പളങ്ങ എന്ന് പറയും, കപ്പക്ക എന്ന് പറയും. ആഹാ, നെയ്ജലിന്റെ വീട്ടിലെ പപീത്ത നോക്കിയേ. പപീത്ത പഴുത്തതാണോ? മീറ്റ പപീത്ത ഹേ? കൊതിയാവുന്നുണ്ടോ എല്ലാവർക്കും കണ്ടിട്ട്? ചിലർക്കൊന്നും ഇഷ്ടമല്ല അല്ലേ? മിസ്സിന്റെ വീട്ടിലും ഉണ്ട് കേട്ടോ, നമ്മളും കഴിക്കാറുണ്ട്. നല്ലതാണ്. അത് മുറിച്ച് ചെറിയ പീസൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ലതാണ്. രാത്രി നമ്മ പഴം മാത്രല്ല കഴിക്കല്, ആപ്പിളും കഴിക്കും. പഴം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? പഴം, ബനാനോ. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ എല്ലാം ആയി. പഴങ്ങൾ എന്ന് പറയുമ്പം എല്ലാമായി. അതില് പലതരത്തിലുള്ള പഴങ്ങൾ ഉണ്ടല്ലേ? അതാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് ഗ്രേപ്സ് ആവാം, അതായത് അങ്കൂർ ആവാം, സേബ് ആവാം, കേല, പപീത്ത, ചിക്കു, ഇതൊക്കെ ഫ്രൂട്ട്സ് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും കഴിക്കാന്നാ പറയുന്നത്. ഓക്കെ, സന്തര അല്ലേ? ഓക്കെ, ഇവിടെ പറയുന്നത് ഇതേ ഉള്ളൂ. ആവോ മിൽക്കേഴ്സ്. എന്താണ് നെയ്ജൽ പറഞ്ഞോ? അവനുള്ള എനിക്കറിയാം, നീ ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചിട്ട് കൊതിപ്പിക്കാനല്ലേ ഇപ്പൊ? ഇപ്പൊ നമുക്ക് പോവാൻ പറ്റില്ലല്ലോ അങ്ങോട്ട്. അവൻ കൊതിപ്പിക്കുക ഓരോന്നും കാണിച്ചിട്ട്. ഇവിടെ നോക്കിയേ, എല്ലാരും വരും. അവിടെ കൂട്ടുകാർ പറയാണ്, അവിടെ കുറെ കണ്ടോ ലഡുക്ക അല്ലേ? കുറെ ആൺകുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. കൂട്ടുകാരോട് പറയാണ് എല്ലാരും വരൂ, എന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കൂ. ഫൽ ഖായേ ബീമാരിക്കോ ദൂർ ഭഗായേം. അസുഖങ്ങളൊക്കെ പുറത്തു പോട്ടെ, അസുഖങ്ങളൊന്നും വരില്ല പഴങ്ങൾ കഴിച്ചാല്. ഫൽ ഹോത്തെ രസ് പർ ഭർപൂർ കർത്തെ ബീമാരിക്കോ ദൂർ. നമ്മള്
ഈ ഇറച്ചിയും മീനും അതൊക്കെ ഒഴിവാക്കി പഴങ്ങൾ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതാണെന്നാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് പറയുന്നത്. എല്ലാം വേണം അല്ലേ, നമ്മുടെ ശരീരത്തിന് എല്ലാം ആവശ്യമാണ്. മാംസം വേണം, അതേപോലെ തന്നെ ഇത് ഇറച്ചിയും മീനും വേണം, അതേപോലെ പച്ചക്കറികൾ വേണം, അതേപോലെ ഫ്രൂട്ട്സും അത്യാവശ്യമാണ്. നെക്സ്റ്റ് നോക്കിയേ. आम रसीला मीठी लीची काले हरे मीठे अंगूर केला और पपीता पीला हम सब खाए इन्हें जरूर. ഇതെല്ലാം കഴിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നേ പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ കഴിച്ചിരിക്കണം എന്നാ പറയുന്നത് കേട്ടോ. ഫ്രൂട്ട്സ് എല്ലാവരും കഴിച്ചിരിക്കണം. ഇപ്പം വീട്ടിൽ ബനാന തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ബനാന അത് പഴക്കൊലൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ചീഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് കഴിക്കാതെ. ആർക്കും ഒന്നും വേണ്ട. ഇപ്പം കടയിൽ പോയിട്ട് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന മറ്റേ എന്താണത് പറയുക അതിന്, ആ പൊട്ടറ്റോ ചിപ്സും മിച്ചറും ഇതൊക്കെ നമുക്ക് വേണ്ടു അല്ലേ. ഫ്രൂട്ട്സ് ഒന്നും വേണ്ട നമ്മൾക്ക്. അപ്പം വീട്ടിൽ നമ്മുടെ വീട്ടുപറമ്പിലുള്ള കേല, ബനാനയില്ലേ, പഴങ്ങൾ അതൊക്കെ പഴുപ്പിച്ച് നമ്മൾ കഴിക്കണം. ഓക്കെ, വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മൾ കഴിക്കണം. വേറെ ഒന്നുമില്ല നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. ആ ഫ്രൂട്ട്സിൻ്റെ പേര് നിങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞതില്ലേ, അതാണ് ചിഹ്നങ്ങൾ, അത് ചെയ്യുക. അതിനുശേഷം ഫ്രൂട്ട്സിൻ്റെ പേര് അടുത്ത ദിവസം നിങ്ങൾക്ക് വാട്സപ്പിൽ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. നമ്മളിപ്പോൾ കളേഴ്സിൻ്റെ പേര് പഠിച്ചു, രംഗവും കെ നാം. ഇനിയിപ്പം ഫൽ ക നാം പഠിക്കുവാണ്. ഓക്കെ, എന്താണ് നൈജൽ? ഇത് 2 മിനിറ്റേ ഉള്ളൂ. നൈജൽ പറഞ്ഞോളൂ. നൈജൽ എന്താ പറയാനുണ്ട്? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്ക്, ആസിപ്പോ കട്ടാവും. വെരി ഗുഡ്, വെരി ഗുഡ്, മിടുക്കൻ. ഓക്കെ, then bye bye. Bye, Miss.